ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് ഗ്രിഡിൽ ക്ലീൻ ചെയ്യുന്നതാണ്. നമുക്ക് ഗ്രിഡിൽ നിന്നും തവയെന്നും റോട്ടകളിൽ നിന്നെല്ലാം നമ്മൾ പല രീതിയിൽ പറയുന്നുണ്ട്. ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോണത്. നമുക്കിപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിച്ചാൽ നമുക്ക് ഇതിനുള്ള സ്പ്രേ ഉണ്ട്. ആ സ്പ്രേ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പ്രേ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒന്ന് ഇതുപോലെ ചെയ്തു വെക്കണം. ഇപ്പോൾ സ്പ്രേ ഇല്ലെന്നുണ്ടെങ്കിൽ സ്പ്രേ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അത് വീഡിയോ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഫുൾ ഇതുപോലെ തൂത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലേഡ് വെച്ച് ഇതുപോലെ നന്നായിട്ട് ആ കട്ടയ്ക്കുള്ളതെല്ലാം ഒന്ന് ചിരണ്ടി കളയണം. ഇത് നമ്മൾ ചെറു ചൂട് വേണം നമുക്ക് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഹൈ ഫ്ലെയിമിൽ വേണ്ട, അത്യാവശ്യം കല്ലൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കൈ തൊട്ടാലും കണ്ടമാനം കൈ പൊള്ളാത്ത രീതിയിൽ ഒരു ചൂടിൽ വേണം തവ ക്ലീൻ ചെയ്യാൻ. ഇതുപോലെ ഫുള്ള് ചിരണ്ടി നമുക്ക് വേസ്റ്റ് എടുത്തു കളയണം. അത് കഴിഞ്ഞിട്ട് കല്ല് വെച്ച് ഇതുപോലെ നമുക്ക് തേച്ച് കളയാവുന്നതാണ്. ഇത് നമുക്ക് ഗ്രില്ല് ക്ലീൻ ചെയ്യാനുള്ള കല്ലാണിത്. അത് കഴിഞ്ഞ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് എണ്ണ എല്ലായിടത്തും ആക്കിയിട്ട് ഇതുപോലെ കല്ലും കൊണ്ട് നന്നായിട്ട് ഉരച്ചു കൊടുത്താൽ മതി. ഇതൊരു പൊടിയുന്ന ടൈപ്പ് ഒരു കല്ലാണ്. ഇതിന് ക്ലീൻ ചെയ്യാൻ വേണ്ടി തന്നെയുള്ള കല്ലാണ്. ഇതിന് വലിയ പൈസയൊന്നുമില്ല. ഇതുപോലെ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ചെറു ചൂട് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ. വെള്ളം ആദ്യം ഒഴിക്കുകയും ചെയ്യരുത്. എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മാത്രമാണ് വെള്ളം ഒഴിക്കാവൂ. അപ്പോൾ അത് ഞാനിപ്പോൾ ആദ്യം കാണിച്ചാൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തുള്ളൂ. അതുപോലെ എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പേപ്പർ വെച്ച് വേണം ഇതുപോലെ തുടച്ച് അഴുക്ക് മുഴുവൻ കളയാൻ. ഇതുപോലെ പേപ്പർ വെച്ച് ഫുള്ള് ഈ അഴുക്ക് മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് വേണം വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി. ആ പേപ്പറിൽ കിട്ടുന്നിടത്തോളം എടുത്ത് കളയണം. അത് കഴിഞ്ഞ് ഇതുപോലെ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലേഡ് വെച്ച് വടിച്ച് അല്ലെങ്കിൽ ഇതുകൊണ്ട് പേപ്പർ കൊണ്ട് തൂത്തെടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതുപോലെയാണ് നമുക്ക് തവ നമ്മൾ ക്ലീൻ ചെയ്യണത്. ഇതുപോലെ നമ്മൾ പല പ്രാവശ്യം ക്ലീൻ ചെയ്യണം. പേപ്പർ അഴുക്കായി കഴിഞ്ഞാൽ പേപ്പർ മാറിയിട്ട് അടുത്ത പേപ്പറിനെടുത്ത് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇത് പേപ്പർ പകരം ബ്ലേഡ് ഉപയോഗിച്ചാണെങ്കിൽ വടിച്ച് കളയാവുന്നതാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് എന്തായാലും പേപ്പർ ഉപയോഗിക്കണം, എന്നാലാണ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരുള്ളൂ. ഈ ഇടയ്ക്ക് കാണുന്ന ചില പാടുകൾ അത് കരിയല്ല, അത് ജസ്റ്റ് കല്ല് പൊള്ളിപ്പോയതിൻ്റെയാണ് പാടുകളാണ്. അത് ക്ലീൻ ആകാത്തതല്ല. ഇതിപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ള് നല്ല കളറിൽ കിട്ടും. ഇത് ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഇങ്ങനെ ചെറിയൊരു പൊള്ളി പോലെ അവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത്യാവശ്യം നന്നായിട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് പല പ്രാവശ്യം ഇതുപോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം നമുക്ക് സ്പ്രേ വേണമെന്നല്ല, അതുപോലെ ജസ്റ്റ് എണ്ണ ഒഴിച്ചും ഇതുപോലെ ക്ലീൻ ചെയ്യുന്നതാണ്. ആ കല്ല് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ആ കല്ലുണ്ടെങ്കിലാണ് നമുക്ക് ഇത്ര നല്ല ക്ലിയർ ആയിട്ട് കല്ല് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ അത്യാവശ്യം നല്ലതായിട്ട് ക്ലിയർ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.